സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഞാനൊരു ചെറിയ വെക്കേഷനിലാണ്. എൻ്റെ മകളും ചെറുമക്കളും ഒക്കെ ആയിട്ട് തൊട്ടയൽ രാജ്യമായ എന്ന് പറയാൻ സ്വല്പ ദൂരമുണ്ട്, മലേഷ്യയിലേക്ക് ഒരാഴ്ചയായിട്ട് വന്നു. മലേഷ്യയിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. പക്ഷേ മലേഷ്യയുടെ ഏറ്റവും പുരാതന നഗരമായ പെനാങ്ങിൽ പോയിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും പെനാങ്ങിലാണ് ഒരു 3-4 ദിവസം ചെലവഴിച്ചത്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ കൗതുകകരമാണ്. അതായത് ഭൂമധ്യ രേഖ ഈ നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് വേരിയസ് സീസൺസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ദിവസവും ചെറുതായിട്ട് മഴ പെയ്യും. അതുപോലെ തന്നെ അത്ര അധികം വലിയ ചൂടും ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര നല്ലൊരു കാലാവസ്ഥ ആയിരിക്കണം കാലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുവാനും വളരെ വിപ്ലവകരമായ റബ്ബർ കൃഷി, അതായത് അമേരിക്കക്കാരെ വെട്ടിച്ച് ബ്രസീലിൽ നിന്നും റബ്ബർ വിത്തുകൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വലിയ വലിയ റബ്ബർ എസ്റ്റേറ്റുകളാക്കുകയും വൻപിച്ച വ്യവസായമാക്കുകയും അതിനുശേഷം റബ്ബറൊക്കെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ പാം ഓയിൽ, ഈ നാട്ടിന്റെ ഏറ്റവും വലിയൊരു കയറ്റുമതി ഐറ്റമാണ് പാം ഓയിൽ. അതുപോലെ തന്നെ ബോർണിയോ സൈഡിൽ ഈ നാടിന് പെട്രോളിയം ഉണ്ട്. അതുപോലെ ഞാൻ പണ്ട് മെറ്റലർജിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് ടിൻ എന്ന് പറയുന്ന മെറ്റലിന്റെ ലോക സോഴ്സിൽ നല്ലൊരു ഭാഗം അതിന്റെ അയിരുകൾ, ഓറുകൾ മലേഷ്യയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ഭയങ്കര കാര്യമായിട്ട് വിസ്തീർണമുള്ള ഒരു രാഷ്ട്രമാണ്. അതിന്റെ പോപ്പുലേഷൻ ആക്ച്വലി കേരളത്തിന്റെ പോലും ഇത്ര ഇല്ല എന്നുള്ളതാണ് സത്യം. ഔദ്യോഗികമായ ഒരു ഇസ്ലാമിക രാജ്യമാണ്. പക്ഷേ സെക്യുലർ എന്ന് പറയുന്നില്ലെന്നുണ്ടെങ്കിലും ചൈനീസ് ഇന്ത്യൻ വംശജർക്കും ഇവിടെ കാര്യമായിട്ടുള്ള ആധിപത്യം ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത ചൈനക്കാരന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ഈ നാടിനെ കുറിച്ചൊരു ജനറലായിട്ടുള്ള ഒരു ഇംപ്രഷൻ. നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ അത്ര മോശമല്ല, പക്ഷേ അത്ര ഊഷ്മളവുമല്ല. അതിന്റെ പ്രധാന കാരണം ഇതൊരു ഒരു ഇസ്ലാമിക് ഒഫീഷ്യൽ രാജ്യമാണ്. അവർക്ക് കലാകാലങ്ങളിൽ അത്തരത്തിലുള്ള നയതന്ത്ര പരിപാടികളെ എടുക്കാൻ സാധിക്കുള്ളൂ. എനിവേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആക്ച്വലി എൻ്റെ ഒരു അമ്മാവൻ, അമ്മയുടെ നേരെ ഇളയ സഹോദരൻ 60-70 കൊല്ലം ഈ നാട്ടിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ചെന്ന് കാണാനായിട്ടൊരു അവസരമായി. പൊതുവെ ഇത് മലയാളികൾക്ക് വളരെ അഫോർഡ് ചെയ്യാവുന്ന ഒരു വെക്കേഷനാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം 30-35 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് റിട്ടേൺ ടിക്കറ്റ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി വളരെ വിലക്കുറവാണ്. അതുപോലെ തന്നെ ഈ അക്കോമഡേഷൻസ് ഹോട്ടലല്ലാതെ തന്നെ മിക്കയിടത്തുള്ള അപ്പാർട്ട്മെന്റുകൾ ദിവസ വാടകയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഒന്നിലാണ് ഞങ്ങളും സൗകര്യം ഏർപ്പെടുത്തിയത്. ഞാൻ വേറെ ശ്രദ്ധിച്ചത്, അവരെ ടൂറിസം ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻകമായിട്ട് കണക്കാക്കിയിരുന്നു. ആദ്യ പടിയായിട്ട് ആർക്കും മിക്ക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്കൂടെ വിസ ഇല്ലാതെ വരാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ടെക്നിക്ക്. നമ്മൾ ടൂറിസം പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചിട്ട് അത്ര വലിയ ബോധവാന്മാരാണോ എന്ന് സംശയമുണ്ട്. ഇന്ത്യയിലേക്ക് വിസയില്ലാതെ വരാൻ സാധിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം അത്ര അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ഏതൊരു സങ്കോചവുമില്ല. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മെയിൻലാൻഡ് ചൈനയിൽ നിന്ന് ആണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ. അവർക്ക് പിന്നെ ഇവിടെ അവരുടെ ഒരു ഹോംലി ഫീലിംഗ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അത് അവർ കാര്യമായിട്ട് മുതലെടുക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നമുക്കൊക്കെ ഒരു പാഠമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് തൽക്കാലം എന്റെ ഈ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.